എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായി ഇതിട്ടിട്ട് ഇപ്പം ഞാനൊന്ന് ഇടാൻ പോവാണ് യൂട്യൂബിൽ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചീര സാമ്പാറാണ്. ചീരയുടെ സാമ്പാറാണ്. അതുണ്ടാക്കാൻ പോയതാ. ഈ ചീരയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചേറുകൊണ്ട് സാമ്പാർ വയ്ക്കാൻ പോവാന്ന്. ഓക്കെ, അപ്പോൾ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പരിപ്പ്, സാമ്പാർ പരിപ്പ് വേവിക്കാൻ വയ്ക്കാൻ പോവാണ്. പിന്നെ വെന്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു ഞാൻ. ഈ പരിപ്പ് വേവിച്ചതിന് ശേഷം പരിപ്പ് അവിടെ വെന്തോളും. അപ്പോൾ വേവുന്നതിന് മുമ്പ് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാം. മല്ലി 1.5 സ്പൂൺ, ഈ സ്പൂണിൽ 1.5 സ്പൂൺ എടുത്തേക്കണം. മല്ലി 1.5 സ്പൂൺ, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 3 മുളക്, ഒരു കഷ്ണം കായം, ഒരു കഷ്ണം ചെറിയ കഷ്ണം കായം, ഇതെല്ലാം പിന്നെ 2 സ്പൂൺ നാളികേരം. ഇതെല്ലാം കൂടി നമുക്ക് വറുത്തരയ്ക്കണം. ശേഷം കാണിക്കാം. പരിപ്പ് വന്നതിന് ശേഷം ഇതെല്ലാം വറുത്ത് അരയ്ക്കണത് കാണിച്ചു തരാം. 3 വിസിൽ വരുമ്പോൾ നമുക്ക് ഈ പരിപ്പ് ഓഫാക്കണം. അതിനുശേഷം ഈ ചീര അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ചീര കഴുകി അരിഞ്ഞ് വെച്ചതാണ് സാമ്പാർ ചീര. ഞാൻ അത് ഈ പരിപ്പിനകത്തേക്ക് ഇടുക. കുക്കറിനകത്ത് തന്നെ പരിപ്പിനകത്തേക്ക് ഇടുക. ഇപ്പോൾ പരിപ്പിനകത്തിട്ട് ചീര ഇട്ടിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കുക, അധികം വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ചീരയും പരിപ്പും കൂടി വേവിക്കാൻ വയ്ക്കാൻ പോവാണ്. അത് 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് അത് ഓഫാക്കിയിട്ട് എടുക്കുക. ഇത് ചീരയും ഇതും വേകുമ്പോഴേക്കും നമുക്ക് സാമ്പാറിൻ്റെ ഇത് വറുത്തെടുക്കാം. കത്തിച്ചുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് കുറച്ച് ഉലുവ, 1/4 ടീസ്പൂണിനും മതി. ഇത്ര വേണ്ട, കുറച്ച് ഉലുവ മതി. ഉലുവ ഒന്ന് മൂക്കട്ടെ. ഉലുവ മൂത്തു. പിന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കുക. ഉഴുന്നുപരിപ്പ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മല്ലി ചേർക്കാം. 1.5 സ്പൂൺ മല്ലി, ഒരു കഷ്ണം കായം, 3 മുളക്. എരിവതി വേണ്ടവർക്ക് കൂടുതലിടാം. ഞാൻ 3 മുളക് ഇടുന്നുണ്ട്, വറ്റൽ മുളക്. മല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇടുക. ലാസ്റ്റ് ജീരകം ഇടുക, 1/4 ടീസ്പൂൺ ജീരകം. നല്ലോണം ഇത് മൂക്കണം, കരിയരുത്. ലൈറ്റ് ഇതിൽ വെച്ചിട്ട് വറുക്കുക, സിമ്മിൽ വെച്ചിട്ട് വറുക്കുക. ഇത് മൂത്തു. അപ്പോൾ നമുക്ക് ഈ തേങ്ങ 2 സ്പൂൺ എടുത്ത് വെച്ചത് ഇടുക. തേങ്ങ അധികം വറുക്കണ്ട, ഒന്ന് വഴറ്റിയിട്ട് ഓഫാക്കുക. ഞാൻ ഓഫാക്കാൻ പോവാണ്. ഇനി അത് അരച്ചിടണം ചൂടാറിയിട്ട്. പിന്നെ കാണിക്കാം. ഞാനിപ്പോൾ ഓഫാക്കി. ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം മിക്സിയിൽ. വറുത്ത് നമ്മൾ ചീഞ്ചട്ടിയിൽ നിന്ന് മിക്സിയിലേക്ക് മാറ്റി. ഇത് നമ്മൾക്ക് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കട്ടെ. നമ്മൾ വറുത്തതിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചുണ്ട്. ആദ്യം നല്ലോണം പൊടിക്കുക, എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു. പരിപ്പും ചീരയും വെന്തതിന് ശേഷം ഇതാ ഒരു നെല്ലിക്കയുടെ അത്രയ്ക്ക് പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കണം. പിന്നെ അതേ ഒരു കഷ്ണം ശർക്കര, മധുരം ഇതാവാൻ വേണ്ടി, പുളി ഇതാവാൻ വേണ്ടി കുറച്ച് ശർക്കര ഇതും കൂടി ചേർക്കണം. പിന്നെ ഉപ്പ് 2 സ്പൂൺ ഉപ്പ് ചേർത്തുണ്ട്. പോരെങ്കിൽ പിന്നെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. 2 സ്പൂൺ ഉപ്പ് ചേർത്തുണ്ട്. കുറച്ച് ശർക്കര, ഒരു നെല്ലിക്കയുടെ അത്രയ്ക്ക് പുളി. ഇതെല്ലാം ഇതിനകത്ത് വെന്തതിന് ശേഷം ഈ ചീരയിലേക്ക് ചേർക്കണം. ചീര വെന്തത് ഇതാ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ചീരയും പരിപ്പും നല്ലോണം വെന്തുണ്ട്. അതിന് കുക്കറിന് വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിൽ പുളി, ഉപ്പ്, ശർക്കരയും ചേർക്കണമെങ്കിൽ
പുളി ഒഴിച്ചു. വെന്ത പരിപ്പും ചീരയിലേക്ക് പുളി ഒഴിച്ച് ചേർത്തു. ആ നെല്ലിക്ക് വലിപ്പത്തിൽ പുരി വെച്ചിട്ടുണ്ടായിരുന്നു ചേർത്തു. ചേർക്കുക. 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പോരാന്നുള്ളവർക്ക് പിന്നെയും ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു. പുളി ഒഴിച്ചതിന് ശേഷം ഇളക്കാൻ പാടില്ല. അപ്പോൾ പച്ചപ്പുളിയുടെ വാസന വരും. അതുകൊണ്ട് നല്ലോണം പുളി തിളച്ച് വെന്തതിന് ശേഷം ഇളക്കാം. പിന്നെ പുളി നല്ലോണം തിളച്ചു. അപ്പോൾ അതൊരു ഇളക്കുക. നല്ലോണം ഇളക്കി ഉപ്പുണ്ടോ നോക്കട്ടെ. ടീസ്പൂണും കൂടി ഉപ്പിട്ടു. അരപ്പ് ചേർക്കുക. നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ചേർക്കണം. നല്ലോണം തിളയ്ക്കട്ടെ. നമുക്കിനി കടുക് വറുക്കണം. കുറച്ച് വെള്ളം മുറി ഒഴിക്കുക അരപ്പിൻ്റെ. ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് നേരം. അരപ്പൊക്കെ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. സ്പൂൺ കടുക് ഇട്ടു. പിന്നെ ഇനി കറിവേപ്പില ചേർക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില ചേർത്തു. പച്ചമുളക് 1 ടീസ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ മസാലയുടെ പൊടി. അത് ഈ കടുക് വറുക്കണേലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ചേർക്കുക. ഉപ്പാക്കി ഇത് കരിയരുത്. നമ്മുടെ അടിപൊളി ചീര സാമ്പാർ റെഡിയായി.